നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു കാലത്തും ഇല്ലാത്ത തരത്തിൽ CPM-ൽ വലിയ പുകച്ചിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതു മുതൽ അതിനു മുൻപ് തന്നെ തീയും പുകയും ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര നേതാക്കളാണ് ഇതിനോടകം തന്നെ CPM വിട്ട് പുറത്തേക്ക് പോയത്? അതും കരുത്തരൊക്കെയാണ് പോയത്. ഇപ്പോൾ വലിയൊരു അടി കിട്ടിയിരിക്കുന്നത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളി രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് മുൻ MLA കാരാട്ട് റസാക്ക് മാതൃസംഘടനയായ മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. CPM-ന്റെ വാലിൽ തീയിട്ടിട്ടാണ് റസാക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലെത്തിയ റസാക്ക് പാണക്കാടെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി വലിയ ഒരു സൈബർ ആക്രമണമാണ് ഇപ്പോൾ റസാക്കിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്നെ പോലെയുള്ളവന്മാരൊക്കെ പോകുമായിരിക്കും, പോയിക്കോട്ടെ, പക്ഷേ ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് സൈബർ ഇടത്തിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റസാക്കൊക്കെ പോകുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം പോകുമ്പോൾ ഒരാളായിട്ടല്ലല്ലോ പോകുന്നത്, ആ പക്ഷക്കാർ മുഴുവനാണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വോട്ടുകൾ കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു വെപ്രാളം ഈ പറയുന്ന CPM-ന് ഉണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2016-ലാണ് കാരാട്ട് റസാക്ക് മുസ്ലിം ലീഗ് വിട്ടത്. അന്ന് കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച റസാക്ക് UDF സ്ഥാനാർത്ഥി MA റസാക്കിനെ 571 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടിയിരുന്നു. ലീഗിന്റെ ഉരുക്ക് കോട്ടയെന്നറിയപ്പെട്ടിരുന്ന കൊടുവള്ളിയിൽ PTA റഹീമിന് ശേഷം ഇടതുപക്ഷത്തിന് വിജയം സമ്മാനിച്ച കാരാട്ട് റസാക്കിന്റെ നീക്കം അന്ന് UDF-നെ ഞെട്ടിച്ചിരുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനായി റസാക്ക് കളം പിടിച്ചുവെങ്കിലും ഡോക്ടർ MK മുനീറിനോട് 6500-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെ CPM നേതൃത്വവുമായി അകന്ന റസാക്ക് INL-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രാദേശിക എതിർപ്പുകൾ കാരണം ലീഗിലേക്കുള്ള മടക്കം നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലോടെയാണ് തിരിച്ചുവരവിന് വഴിയൊരുങ്ങിയത്. പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച PV അൻവർ MLA രംഗത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച കാരാട്ട് റസാക്കിന്റെ നടപടിയെ അന്ന് വലിയ ചർച്ചയായിരുന്നു. അന്ന് CPM-കാർ റസാക്കിനെ കുടയുകയും ചെയ്തിരുന്നു. ഇത് CPM-യുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പൂർണ്ണമായും വഷളാക്കി. ഇതോടെയാണ് പഴയ തട്ടകമായ ലീഗിലേക്ക് തന്നെ മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത്. കൊടുവള്ളിയിൽ ലീഗ് വിരുദ്ധ ചേരിയെ നയിച്ചിരുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാൾ മടങ്ങിയെത്തുന്നത് UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. PK ഫിറോസാണ് ഇത്തവണ കൊടുവള്ളിയിലെ ലീഗ് സ്ഥാനാർത്ഥി. ആരോഗ്യ കാരണങ്ങളാൽ MK മുനീർ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ സ്വാധീനമുള്ള കാരാട്ട് റസാക്കിന്റെ പിന്തുണ ഫിറോസിന് വലിയ കരുത്താകും. മുസ്ലിം ലീഗിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പുകൾ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം റസാക്കിനെ പാർട്ടിയിലേക്ക് ആനയിച്ചത്. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ റസാക്കിന്റെ മടക്കം മലബാർ മേഖലയിൽ ലീഗിന്റെ അടിത്തറ ഭദ്രമാക്കാൻ സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ ലഭിച്ചിരുന്ന വലിയ വോട്ട് ബാങ്ക് ഇതോടെ ചോരുമെന്നുറപ്പാണ്. PTA റഹീം പാർട്ടി വിട്ട് റഹീം ലീഗ് രൂപീകരിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതോടെയാണ് കൊടുവള്ളിയിൽ ലീഗിന് വെല്ലുവിളികൾ തുടങ്ങിയത്. എന്നാൽ കാരാട്ട് റസാക്കിനെ പോലൊരു നേതാവ് മടങ്ങിയെത്തുന്നത് ഈ വിള്ളലുകൾ അടയ്ക്കാൻ സഹായിക്കുമെന്ന് ലീഗ് കരുതുന്നു. കൊടുവള്ളിയിൽ UDF-ന് റസാക്കിന്റെ തിരിച്ചുവരവ് നൽകുന്ന രാഷ്ട്രീയ മേൽക്കൈ ചെറുതല്ല. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നടന്ന ഈ രാഷ്ട്രീയ മാറ്റം ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ റസാക്കിന് നേരെ കൊലവിളി ഉയരുന്നത്. ഇന്നോവ ഇറക്കാറായി എന്നൊക്കെയാണ് കൊലവിളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടുവള്ളിയിൽ ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന LDF-ന് റസാക്കിന്റെ അഭാവം നികത്തുക അത്ര എളുപ്പമല്ല. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ റസാക്കിനുള്ള വ്യക്തിപരമായ സ്വാധീനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ലീഗുമുള്ളത്. ഇതിനിടെ മറ്റ് ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനുള്ളത്, UDF പാളയത്തിൽ നിന്നും വിമതരെ കാത്തിരുന്ന LDF ഒടുവിൽ സ്വതന്ത്രന്മാരെ കണ്ടെത്തി താനൂർ, വള്ളിക്കുന്ന്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. താനൂരിൽ T മുഹമ്മദ് സമീറും, വള്ളിക്കുന്നിൽ CP മുസ്ഫയും, കാസർഗോഡ് ഷാനവാസ് പാദൂറും മത്സരിക്കും. മൂന്നിടത്തും സ്വതന്ത്രരായിട്ടാണ് മത്സരിക്കുക. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF പട്ടികയും പൂർത്തിയായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ താനൂരിൽ നേരത്തെ നിശ്ചയിച്ച മന്ത്രി V അബ്ദുറഹിമാൻ
തിരൂരിലേക്ക് മാറിയതോടെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. UDF പാളയത്തിൽ നിന്ന് ഒരാളെ എത്തിക്കാനും CPM ശ്രമം നടത്തിയിരുന്നു. ഇത് വിജയിക്കാതെ ആയതോടെയാണ് നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന സമീറിന് നറുക്കുവീണത്. പ്രവാസി വ്യവസായിയായ സമീർ ഒഴൂർ പഞ്ചായത്തിലെ പുൽപ്പറമ്പ് സ്വദേശിയാണ്. കഴിഞ്ഞ 2 തവണയായി മന്ത്രി V അബ്ദുറഹിമാൻ വിജയിച്ച മണ്ഡലമാണ് താനൂർ. മുസ്ലിം ലീഗിൽ നിന്നാണ് അബ്ദുറഹിമാൻ സീറ്റ് പിടിച്ചെടുത്തത്. ഇത്തവണ അബ്ദുറഹിമാൻ താനൂരിൽ മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു. പകരം തിരൂരിൽ മത്സരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. CPMന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ അബ്ദുറഹിമാന്റെ പേര് താനൂരിൽ വന്നിരുന്നുവെങ്കിലും അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല. തുടർന്ന് അദ്ദേഹത്തെ തിരൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. V അബ്ദുറഹിമാന്റെ വികസന വഴിയെ തന്നെ മുന്നോട്ട് പോകുമെന്ന് മുഹമ്മദ് സമീർ പറഞ്ഞു. താൻ ഇപ്പോഴും താനൂരിലെ പ്രവർത്തകനായിരുന്നുവെന്നും പാർട്ടിയും പ്രവർത്തകരും മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി V അബ്ദുറഹിമാൻ നടത്തുന്ന വികസന വഴിയെ തന്നെ മുന്നോട്ട് പോകും. താനൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയത് തിരിച്ചടിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വള്ളിക്കുന്നിലെ സ്ഥാനാർത്ഥിയായ CP മുസ്തഫ അഭിഭാഷകനും മുന്നിയൂർ സ്വദേശിയുമാണ്. കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുൻ കോൺഗ്രസ് നേതാവാണ്. LDFൽ INL സ്ഥാനാർത്ഥികളാണ് വള്ളിക്കുന്നിലും കാസർഗോഡും മത്സരിച്ചിരുന്നത്. ഏതായാലും വലിയ അനിശ്ചിതത്വങ്ങളൊക്കെ മാറി പാർട്ടിക്കാർ ഏകദേശം അവരുടെ പട്ടികയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ഈ ചൂട് പിടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പിടിവലികളും വാക് പോരാട്ടങ്ങളും ഒക്കെ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് ചില നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയത് തന്നെയാണ്. ആ വിടവ് നികത്തുക അത്ര എളുപ്പമല്ല. എങ്കിലും അതിനെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ മുൻപോട്ട് പോകാനും വികസന പ്രവർത്തനങ്ങൾ മാത്രം ഉയർത്തി കാണിക്കാനുമാണ് CPMന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.